വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കർ തന്നെയെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വടകര സ്ക്വാഡ് എന്ന സൈബർ ഗ്രൂപ്പിന്റെ അഡ്മിനായ ജിതിൻ ഭാസ്കർ മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്തെന്ന് SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വിവരങ്ങൾ മായ്ച്ച നിലയിലെന്ന ഫോറൻസിക് പരിശോധനാ ഫലമാണ് സ്ഥിരീകരിച്ചത്. ജില്ലാ ഫോറൻസിക് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് വിവരങ്ങൾ മായ്ച്ച നിലയിൽ കണ്ടെത്തിയത്. SITയുടെ പ്രധാന കണ്ടെത്തൽ ഇങ്ങനെയാണ്. സ്വന്തം ഫോണിലാണ് ജിതിൻ സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത്. 2018-ൽ കാർഡുകൾ നിർമ്മിക്കാൻ ജിതിൻ പരിശീലനം നേടി. 2019 മുതൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയെന്നും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. നിലവിൽ കേസിൽ പ്രതിചേർത്തിട്ടുള്ളത് ജിതിനെ മാത്രമാണ്. നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 3 വർഷം വരെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളും. IPC 153A, 109, 209, 201 വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെ പ്രതിചേർക്കുന്ന കാര്യം അന്വേഷണ സംഘം പിന്നീട് തീരുമാനിക്കും. വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തിരുവള്ളൂരിലെ MSF നേതാവ് PK മുഹമ്മദ് കാസിമിന്റെ വാട്സാപ്പ് സന്ദേശം എന്ന പേരിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.